ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ റംസാൻ ഡേ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഉമ്മാൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വേഗമാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം കുറേ വീഡിയോസ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കണമെങ്കിൽ കുറച്ച് സമയം വരും കേട്ടോ. ഒരു 10 മിനിറ്റോളം ഈ ഒരു കടയിൽ പോയത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ള് കാണിച്ചിട്ട് നമുക്ക് ഒന്നുമില്ലാനും പിന്നെ എന്താ കാണുന്നവർക്ക് തന്നെ ഒരു ഭ്രാന്തായി മാറും. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ നൂമിനെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഗൈസ്, നൂമിൻ്റെ കൈ ഇങ്ങനെ പിടിക്കണേ, രണ്ട് കൂട്ടിയുണ്ടല്ലേ, അല്ലെങ്കിൽ കണ്ട സാധനമൊക്കെ ഉള്ളൊരു കൂട്ടിയോടെ നൂമി മോനോ മോനോ നൂമിൻ്റെ രണ്ട് കൈയും പിടിച്ചു. നൂമിയെ എടുത്തോ എടുത്തോ എന്നാ എടുത്തോ, ഒന്നെടുത്തോ, അതെടുത്തോ, അതെനിക്ക് ഇതെനിക്ക് എടുത്തോ എത്തിച്ചെടുക്കേ. അപ്പം മസിലില്ല. ഇന്ന് രാവിലെ തൊട്ട് നോക്കും മസിലുണ്ടായിരുന്നു. മസിൽ കാണിച്ചു കൊടുത്താ കാണിച്ചു കൊടുക്കി. മസിലിപ്പോൾ കാണിച്ചാലും കുട്ടി മസിലാണതേ. നമ്മളിങ്ങനെ ഇവിടെ എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ. സംഭവം നമ്മൾ എന്താ പറയുക, നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നതായിരുന്നെങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള വാട്ടർ ബോട്ടിൽ ആൻഡ് ഇത് എന്തായിരുന്നു ഗൈസ്, ഓക്കെ, ലഞ്ച് ബോക്സ് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നോമി എന്താ ആ കുപ്പി കണ്ടപ്പോൾ അവൾക്കുണ്ട് അങ്ങനത്തെ കുപ്പി, അതാ അവളുടെ കുപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. നൂമിൻ്റെ കുപ്പി തന്നെയല്ലേ? ഇത് ഒരു നൂമിൻ്റെ മിഞ്ഞാന്ന് കൊടുന്നില്ല, ഒരു വീട്ടിൽ നിന്ന് കൊടുന്നില്ല. അത് നൂമിക്ക് എന്നാ നൂമിക്ക് കുളിച്ചാനിത് സോപ്പ് അല്ല, സോറി, ചണ്ടി. വെജിറ്റബിൾസും ഇതൊക്കെ വാങ്ങാനൊക്കെ അങ്ങനെ നമ്മളെല്ലാം വാങ്ങിയാണ്ട് ബില്ലടിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ബില്ലടിച്ചുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ചിലതൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഈ ബില്ലിൻ്റെ സംഭവങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കാരണം അതും കുറേ നേരം നിന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ ബില്ലടിച്ച് നോക്കണമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്യാഷ് പേ ചെയ്തു. സാധനങ്ങളൊക്കെ ഇതാ നമ്മളുടെ ചാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിലും കുറച്ച് ദൂരം പോകണം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്നത്. അവിടെ നിങ്ങൾ വലിയൊരു സർപ്രൈസാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സർപ്രൈസാണെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ആ സർപ്രൈസ്. എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നിങ്ങൾ കയറുമ്പോണ്ട് എവിടെ ഗൈസ്? ഓക്കെ, നിങ്ങൾ കയറുമ്പോണ്ട് ഈ മുഖം ഇതാണ് നമ്മളുടെ ഉപ്പ. ഉപ്പാക്ക് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കടയിലാണ് ജോലി. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടുന്ന് ഫ്രൂട്ട്സ് കൂടി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഹലോ കാക്ക, ഒരു കിലോ അപ്പോൾ ഇതാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എന്താ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓരോരോ പോസ്റ്റിലിരുന്നിട്ട് അങ്ങനെ നോക്കണ്ട എങ്ങനെ ഉണ്ടാവും വീഡിയോ രസം എന്ന്. അപ്പം ഇനി ഇവിടെ ഒരു കൊല വിറ്റ് കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൊണ്ടൂല. എത്ര നോമ്പോട്ട് വന്നിട്ട് നമുക്ക് 70 എത്ര നോമ്പ്? 70. എന്നോ എന്നും 70 നോമ്പോൽക്കോ? അപ്പൊ എത്രയായി? ഞങ്ങൾക്ക് ആകെ ഒരു മാസമുള്ളൂ നോമ്പ്, എനിക്ക് 70 നോമ്പ് ഒരു ദിവസം. അപ്പൊ എത്ര ആയിപ്പോ? പടച്ച റബ്ബേ, കുട്ടിക്ക് ഓരോ ദിവസം പെരുന്നാളുണ്ട്. അപ്പോൾ ഗൈസിന് നമുക്കിനി എന്തൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇത്രയും നേരം നമ്മൾ വിശേഷങ്ങളായിരുന്നു. അപ്പം ഇനി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സമൂസയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ മൈദമാവും ഓലയും സമൂസയും ഗ്രേവിയൊക്കെ ഇവിടെ സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്തിരി പരത്തായിരുന്നു കേട്ടോ. പത്തിരി പരത്താനുള്ള പൊടി വാട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ വഴിക്ക് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഫ്രൂട്ട്സും പിന്നെ ഫുഡും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൂട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് രീതിയിലാണ് നമ്മൾ ഫ്രൂട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ രൂപത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർമെലൺ യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ഇതളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നടുവിലുണ്ടാകുന്ന അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ ഗ്രീപ്സും അത് പൈനാപ്പിളും വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ നടുവ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ ബിരിയാണിയാണ് ഇതുള്ളത്. ബിരിയാണി അങ്ങനെ കുത്തിയിട്ടുണ്ട്. ഞാൻ പകുതിക്കെന്നാണ് ചെല്ലുന്നത്, അതുകൊണ്ട് വല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കാരക്കയൊക്കെ ഇട്ടിട്ട് എല്ലാം നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് കാരക്ക ഇത്രയേ ഉള്ളൂ, ഇത്രയും ഞാൻ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സും, പിന്നെ നമ്മളുടെ സമൂസ പൊരിയും അതുപോലെ പൊക്കവടയായിരുന്നു. ഇത്രയായിരുന്നു നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, കുറച്ച് പ്രാർത്ഥിച്ചു. ആൻഡ് ബാങ്ക് കൊടുത്തൊന്ന് ഞാൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളാണ് ഗൈസ് ഇത്. ആൻഡ് നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത് ബാങ്ക് കൊടുത്തോ ഇല്ലയോ. അപ്പം ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും തുറന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കയറ്റിക്കോളി, ഞാനും തുറന്നെന്നൊക്കെ പറഞ്ഞാണ്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും തുറന്നു. അപ്പോൾ അതാ നമ്മൾ ടേബിളുമെല്ലാം എല്ലാവരും തുറന്നിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെയാണ് തുറന്നത്. ആൻഡ് പിന്നെ ഞാനിതാ അടുക്കളയിൽ നിൽക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും ഉണ്ടാവുമല്ലോ കഴിക്കാൻ. ആൻഡ് ഞാൻ നെക്സ്റ്റ് ജ്യൂസാണ് കുടിക്കുന്നത്. അടിപൊളി ഗൈസ്. പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പ് നോറ്റ് നമ്മൾ എന്ത് കുടിച്ചാലും അടിപൊളിയായിരിക്കും. പിന്നെ അതും പോരായിട്ട് ജ്യൂസ് അടിപൊളിയാണ്. ആൻഡ് ഇതാ ഇവരൊക്കെയാണ് നമ്മൾ നോമ്പുറക്കാനുള്ളത്. പിന്നെ ഈ ആളെ കണ്ട, ഇയാൾക്ക് ഭയങ്കര മടിയാണ് ഗൈസ്, തീരെ വരൂല. എന്താ പറയുക, എന്നോട് കുറേ നേരമായിരുന്നു വീഡിയോ എടുത്തേക്കാൻ പറയണേ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തു. അവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിലുണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിരിയാണി, പത്തിരി, കുറുമ, പിന്നെ ബീഫ്, ഇത്രയായിരുന്നു അതിലുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതാ അങ്ങനെ അവർ കഴിക്കാനിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നോക്കിയാലോ എന്തൊക്കെ സംഭവം അങ്ങനെ ആയൊക്കെ പഠിച്ചോളൂ, എന്നാലും തലർത്താത്ത പിന്നെ വന്നിട്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓടുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.